നമുക്ക് അജയുടെയും ഭൂമിജയുടെയും വരാൻ പോകുന്ന ദിവസങ്ങളെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവിൽ ഭൂമിജ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാണ് വീട്ടിൽ വരുന്നത്. ഇന്ന് ഹാപ്പി ഫാദേഴ്സ് ഡേ ആഘോഷിക്കാൻ തീരുമാനിച്ചിരുന്നു. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ തൻ്റെ അച്ഛൻ്റെ സർജറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഘടന ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിനി നടത്താം. തൻ്റെ അച്ഛൻ ഇനി ആയുസുണ്ട്. ആ ഒരു സന്തോഷം അപ്പോൾ ഡബിൾ ഇരട്ടി സന്തോഷമായിട്ട് വരുമ്പോഴത്തേനുമാണ് ആകെപ്പാടെ പരിഭ്രാന്തിയോട് കൂടിയിട്ട് വീട്ടിൽ ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഭൂമിക്കൊന്നും മനസ്സിലായില്ല. ഈ സമയത്ത് അജയ് എന്ത് ചെയ്തു? വാതിലും ചവിട്ടി തുറന്ന് അകത്തേക്ക് കയറുവാണ്. ആ സമയത്ത് അവിടെ അബോധാവസ്ഥയിൽ കിടന്നിട്ടുണ്ടായിരുന്ന അംബികയ്ക്ക് ബോധം വീണിട്ടുണ്ടായിരുന്നു. അംബിക എഴുന്നേറ്റ് നോയിക്കഴിഞ്ഞപ്പോഴത്തേനും അച്യുതൻ്റെ നെഞ്ചിൽ കത്തി കുത്തി ഇറങ്ങിയിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് അംബിക അത് വലിച്ചൂരി. ആ സമയത്താണ് കൃത്യമായിട്ട് കഥകം തുറന്നുകൊണ്ട് അജയും ബാക്കി പോലീസുകാരും അകത്തേക്ക് കയറുന്നേ. അവർ കണ്ട് കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. വലിച്ചൂരി കത്തിയും കൈ പിടിച്ച് നിൽക്കുന്ന അംബികേനെയാണ്. പക്ഷെ അവർ വിചാരിച്ച അംബികയാണ് കുത്തിയെന്ന. കാരണം വേറെ ആരും മുറിയിലില്ല. ഒരു നിമിഷം എല്ലാവരും ഞെട്ടിപ്പോയി. അപ്പോഴേക്കും ഭൂമി എന്ത് ചെയ്തു? സ്കൂട്ടി അവിടെ വെച്ചിട്ട് പെട്ടെന്ന് അങ്ങോട്ട് വരുവാണ്. എല്ലാവരും ഞെട്ടി നിൽക്കുന്നുണ്ടപ്പോൾ ഭൂമിക്കൊന്നും മനസ്സിലായില്ല. എന്താ ഏതാ കാര്യം എന്നറിയില്ല. ഭൂമി പെട്ടെന്ന് എല്ലാവരും തള്ളി മാറ്റി അകത്തേക്ക് ഓടിക്കയറി വരുമ്പോൾ കാണുന്ന കാഴ്ച രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന തൻ്റെ അച്ഛനെ. അരികിൽ തന്നെ അമ്മ ഇരിക്കുന്ന ഒരു ഭ്രാന്തിയെ പോലെ ഇരിക്കുന്നു. ഒന്നും അങ്ങോട്ട് മനസ്സിലായില്ല. അച്ഛാന്ന് വിളിച്ചോണ്ട് അലറി വിളിച്ചോണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും ഭൂമി അജയ് എല്ലാവരും കൂടെ ചേർന്നിട്ട് തടഞ്ഞു. ബാക്കി കുറേ പോലീസുകാരുണ്ടായിരുന്നു. പിന്നെ ഈ ഫംഗ്ഷന് വേണ്ടി വിളിച്ചിട്ട് എല്ലാവരും ആ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഭവാനി ഉൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു താനും. ഭൂമിക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. ആ സമയത്ത് പുറത്തൊരു പിറുവിറുക്കലുണ്ടായി. അംബികയാണ് അച്യുതനെ കൊന്നേന്നുള്ളത്. പക്ഷെ ആർക്കും അതും കൂടെ വിശ്വസിക്കാൻ പറ്റിയില്ല. അപ്പോൾ അടുത്ത വീട്ടിലെ രണ്ടുപേരും പറഞ്ഞു, അച്യുതേട്ടൻ ഈയിടെയായിട്ട് എന്നും മദ്യപിച്ച് വരുന്നുണ്ട്, അംബികേച്ചുമായിട്ട് സ്ഥിരമായിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് ആക്ടിങ് എന്നുള്ള കാര്യം അവർക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പം തൻ്റെ അവസാനത്തെ നാടകം അത് പൂർത്തിയാകാൻ വേണ്ടിയിട്ട് അംബികയും അച്യുതനും കൂടെ നാടകം കളിക്കുമെന്ന് അറിയണ്ടായിരുന്നില്ല. മദ്യപാനിയെപ്പോലെ അഭിനയിക്കുന്ന എന്നുള്ള കാര്യങ്ങളും അറിയണ്ടായിരുന്നില്ല. അപ്പം ഇതൊന്നും അറിയില്ലാതെയാണ് അവർ പറഞ്ഞത്. പക്ഷെ ആർക്കും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ചക്കര അടയം പോലെ ഇരുന്ന് ഇവർ തമ്മിൽ വഴക്കും പ്രശ്നങ്ങളോ ഒന്ന് ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ സമയത്ത് ഭൂമിയെ പിടിച്ചു മാറ്റാനായിട്ട് അജയ് പറയാണ്. പക്ഷേങ്കിൽ ഭൂമി അവിടെ നിന്ന് മാറാൻ തയ്യാറായില്ല. ഭൂമി അലമുറയിട്ട് കരയുവാണ് അച്ഛാന്നും പറഞ്ഞുകൊണ്ട്. ഇടിവെട്ടേറ്റ അവസ്ഥയിൽ അംബിക ഇരിക്കുകയാണ്. ആ സമയം അജയ് പറഞ്ഞു അവരെ പിടിക്കാൻ പറഞ്ഞു. അങ്ങനെ അംബികയെ വന്ന് പിടികൂടുന്ന സമയത്ത് ഭൂമി ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, സാറേ എന്താ കാണിക്കണേ, എൻ്റെ അമ്മയെ വിടാൻ പറഞ്ഞു. ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന വേറെ ഒരു പോലീസുകാരൻ പറഞ്ഞു, അതെ നിങ്ങളുടെ അമ്മ തന്നെയാണ് നിങ്ങളുടെ അച്ഛനെ കൊന്നേന്ന് പറഞ്ഞു. എൻ്റെ അമ്മയോ? ഇല്ലില്ല, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. എൻ്റെ അമ്മയും അച്ഛനും തമ്മിൽ അത്ര സ്നേഹമാണ്, ഒരിക്കലും അതങ്ങനെ സംഭവിക്കില്ല. ഭൂമിക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. ആ സമയത്ത് ഭൂമിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. അപ്പോഴേക്കും അംബികയെ പോലീസുകാർ പിടികൂടി അങ്ങനെ പുറത്തേക്ക് ഇറക്കിക്കൊണ്ട് പോവുകയാണ്. ഈ സമയത്ത് ഭൂമിയുടെ നിയന്ത്രണം തെറ്റി. അപ്പോഴേക്കും ഒരു ആംബുലൻസ് വന്നു. കാരണം ബോഡി പോസ്റ്റ്മോർട്ടത്തിനൊക്കെ ആയിട്ട് കൊണ്ടുപോകണമല്ലോ. അങ്ങനെ അതിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് അലമുറയിട്ട് കരയുവാണ് ഭൂമിയുടെ കരച്ചിൽ അവിടെ എങ്ങും പൊഴങ്ങി. എല്ലാവർക്കും സങ്കടമായിരുന്നു. എല്ലാവർക്കും എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് പോലും അറിയത്തില്ല. എല്ലാവരും ഫംഗ്ഷന് വേണ്ടി വന്നതാണ്. പക്ഷേ അങ്ങനെ സന്തോഷമായിട്ടുള്ള ആ വീട് ഒടുവിലൊരു മരണ വീടായിട്ട് മാറുകയാണ്. ഈ സമയത്ത് അംബികയെ കൊണ്ട് പോലീസുകാർ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയും ചെയ്തു. ഭൂമി കരയുന്നുണ്ടായിരുന്നു. ഭൂമിയെ ആശ്വസിപ്പിക്കാനായിട്ട് ഉമ്മ അവരൊക്കെ ഉണ്ട്. പക്ഷേ അവരുടെ ആശ്വാസവാക്കുകളൊന്നും ഭൂമിക്ക് ഏറ്റില്ല. ഭൂമി എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ മഴയത്തേക്ക് ഇറങ്ങി. അവിടെ കാറ് കിടക്കുന്നുണ്ടായിരുന്നു. ആ കാറ് കെട്ടിപ്പിടിച്ച് കരയുവാണ്. അങ്ങനെ സമയം പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ വന്നവരെല്ലാം ഓരോരുത്തരായിട്ട് പോയിക്കൊണ്ടിരുന്നു. ഈ സമയത്ത് ഭൂമിയുടെ കരച്ചിലിനൊരു ശമനം ഉണ്ടായിരുന്നില്ല. അങ്ങനെ സന്ധ്യയായി കഴിഞ്ഞപ്പോൾ ഭവാനി പോയില്ല. ഇനി എന്താ നടക്കണമെന്ന് അറിയാലോ. കാരണം ഭവാനി ഏർപ്പാടാക്കിയ കമാലാണ് ഈ ക്രൂരകൃത്യവും കാര്യങ്ങളൊക്കെ ചെയ്തത്. പക്ഷേങ്കിൽ ഇവളെയും കൂടെ തീർക്കേണ്ടതായിരുന്നു. പക്ഷെ ഇവളെ തീർക്കാൻ പറ്റിയില്ല. ആ ഒരു ചിന്ത ഭവാനിയും അല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ട്. അപ്പം കുറച്ച് അടുത്ത വീട്ടിലെ ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. അതോടൊപ്പം തന്നെ വേറൊരാളും കൂടി ഉണ്ടായിരുന്നു, സത്യദാസിന് പോവാൻ തോന്നിയില്ല. കാരണം തൻ്റെ മോള് നിന്ന് കരയുന്ന പോലെയാണ് സത്യദാസിന് തോന്നിയത്. ഭൂമിയാണെങ്കിലും വല്ലാതിരിക്കുന്നത് കണ്ട് കഴിഞ്ഞപ്പോൾ സത്യദാസ് ഭൂമിയുടെ അടുത്തേക്കൊന്ന്, മോളെ നീ കരയല്ലേ, ഇങ്ങനെ കരയല്ലേ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. അപ്പോഴേക്കും എൻ്റെ അച്ഛൻ പോയി സാറേ എന്ന് പറഞ്ഞോടെ കരയണേ, മോളെ നീ കരയാതെ എന്ന് പറഞ്ഞ്. കാരണം ഭൂമി ആ കാറെ പോയി കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ഭൂമിയുടെ ദേഹം മുഴുവൻ ഇങ്ങനെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല പെടുത്ത മഴയായിരുന്നു. ഭൂമിക്കറിയാം അച്ഛൻ ആ കാറും താനും ഒക്കെ എത്ര പ്രിയപ്പെട്ടായിരുന്നുള്ള കാര്യം. അങ്ങനെ ഭൂമി ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് സത്യദാസ് അകത്തുപോയി ഒരു തോർത്തെടുത്തോണ്ട് ഭൂമിയുടെ തലയൊക്കെ ഇങ്ങ് തുവർത്തി കൊടുക്കുകയാണ്.
ഭവാനി ആ കാഴ്ച കണ്ടു. ഭവാനി പോയിട്ടുണ്ടായിരുന്നില്ല. ഓഹോ, ഇത് അപകടമാണ്, അച്ഛനും മോളും തമ്മിൽ അടുക്കുവാണോ എന്നൊരു ചിന്തയൊക്കെ ഭവാനിയുടെ മനസ്സിലുണ്ട്. ഇത് അപകടമാണെന്ന് മനസ്സിലായി. എത്രയും പെട്ടെന്ന് തന്നെ ഇവളെയും കൂടെ തീർക്കണം. അച്യുതൻ ഇല്ലാതായതോടുകൂടി ആ സത്യങ്ങളൊക്കെ ഭൂമിയിൽ നിന്ന് പോകുമെന്ന് വിചാരിച്ച, പക്ഷേ അതുകൊണ്ടായില്ലല്ലോ. ഇനി ഇവളെയും കൂടെ തീർക്കേണ്ടി വരും എന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ് ഭവാനി അവിടുന്ന് പോകുന്നത്. അന്നത്തെ ഒരു രാത്രി എന്ന് പറഞ്ഞാൽ അതിനിർണായകമായിരുന്നു ഭൂമിക്ക്. ഭൂമിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു വശത്ത് അമ്മ, ഒടുവിൽ ഭൂമി പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ തുടങ്ങുവാണ്. ഈ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ അംബികയെ ചോദ്യം ചെയ്യുവാണ് അജയും ബാക്കി പോലീസുകാരും കൂടെ. പക്ഷെ അംബികയ്ക്കാണെങ്കിൽ എന്താ സംഭവിച്ചതെന്ന് പോലും അറിയണ്ടായിരുന്നില്ല. അവസാനം അയാളെ കുത്തിക്കൊന്നേന്നുള്ള കാര്യം അറിയാം. പിന്നീട് അംബിക ഉള്ള സത്യം തുറന്നു പറയാണ്, ഞങ്ങൾ ആക്ട് ചെയ്യണ സമയത്ത് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഒരാൾ കട്ടിലിനടിയിൽ നിന്ന് കയറി വന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷെ അതും കൂടി വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ബാക്കി ആർക്കും. എന്നിട്ട് അയാൾ എവിടെ? കാരണം അത്ര ആൾക്കാർ അവിടെ ചുറ്റും നിന്നിട്ട് അയാൾ പോകുന്ന ആരും കണ്ടില്ലല്ലോ. അപ്പം അയാൾ എവിടെയെന്നൊരു ചിന്തയായിരുന്നു. കമാൽ ഈ സമയത്ത് എല്ലാവരും കഥ തുറന്ന് അകത്ത് കയറി കഴിഞ്ഞപ്പോൾ കമാൽ നൈസായിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും ആരും ശ്രദ്ധിച്ചതുമില്ല. ആ തിരക്കിനിടയ്ക്ക് ആരും അതൊന്നും മൈൻഡ് ചെയ്യാനും പോയില്ല. അങ്ങനെ ഒടുവിൽ സത്യങ്ങൾ തുറന്നു പറഞ്ഞാലും അംബിക തന്നെ കുറ്റക്കാരി എന്നുള്ള നിഗമനത്തിൽ അവരെത്തി. പിന്നീട് ഭൂമി പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. ഭൂമി പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിട്ട് അജയുടെ ഒക്കെ കാര്യം പറയണം. സാറേ, എൻ്റെ അമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. എൻ്റെ അച്ഛനെ പൂ വിട്ട് പൂജിക്കുന്ന പോലെ എൻ്റെ അമ്മ നോക്കുന്നേ. അത്രയ്ക്ക് കാര്യം അവർ തമ്മിൽ. എൻ്റെ അച്ഛനും അമ്മേനെ അത്ര കാര്യമാണെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും അജയ് പറഞ്ഞു, അങ്ങനെയൊന്നും അല്ലല്ലോ ഭൂമി, നിങ്ങളുടെ അച്ഛൻ മദ്യപിക്കുമായിരുന്നൊക്കെയാണല്ലോ അടുത്ത വീട്ടിലുള്ളവരൊക്കെ മൊഴി തന്നിരിക്കുന്നത്. മദ്യപിക്കാനോ? ഒരിക്കലും ഇല്ല, എൻ്റെ അച്ഛൻ മദ്യപിക്കുന്ന ആളൊന്നും അല്ലാന്ന് പറഞ്ഞു. പക്ഷേ അടുത്ത വീട്ടിലുള്ളവർ അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഭൂമിക്ക് അത് വിശ്വസിക്കാൻ പറ്റിയില്ല. ഭൂമി പറഞ്ഞു, ഒരിക്കലും അത് സത്യമല്ല സാറേ, എൻ്റെ അച്ഛൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. എനിക്ക് എൻ്റെ അച്ഛനെ അറിയാം. എനിക്ക് എല്ലാവരെക്കാളും കൂടുതൽ വിശ്വാസമാണ് എൻ്റെ അച്ഛനെ അമ്മയെ. എൻ്റെ അച്ഛനെ ഒന്ന് നുള്ളി നോവിക്കാൻ പോലും എൻ്റെ അമ്മയ്ക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞു. എന്ത് ചെയ്യാൻ പറ്റും, പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലല്ലോ. എല്ലാം തെളിവുകളും അമ്പയ്ക്കെതിരെയായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബോഡി വിട്ട് കിട്ടുവാണ്. അങ്ങനെ അടക്കിന് സമയത്ത് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഭൂമിക്ക്. അന്ന് ഭൂമി രാവിലെ പോകുന്ന സമയത്ത് അച്യുതൻ പറഞ്ഞു, എൻ്റെ മോളെ ഒരു ഉമ്മ തന്നിട്ട് പോടിയെന്ന് പറഞ്ഞതാ, പക്ഷെ ഞാൻ വന്നിട്ട് തരാം, ഇപ്പം കുറച്ച് ധൃതിയുണ്ടെന്ന് പറഞ്ഞ് ഭൂമി പോയി. പക്ഷെ അത് അവസാനത്തെ ചോദ്യമാണെന്ന് ഭൂമിക്ക് അറിയണ്ടായിരുന്നില്ല. അങ്ങനെ ചിതയിലേക്ക് ബോഡി എടുക്കുന്നതിന് മുമ്പ് ഭൂമി കെട്ടിപ്പിടിച്ച് കുറേ ഉമ്മ കൊടുക്കുകയാണ്. ഒരു ഉമ്മയല്ല എൻ്റെ അച്ഛൻ ചോദിച്ചുള്ളൂ, പക്ഷേ എനിക്കത് തരാൻ പോലും പറ്റിയില്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നത്. അത് കണ്ടപ്പോൾ ആർക്ക് സഹിച്ചില്ല, അവിടെ നിന്ന് എല്ലാവർക്കും സഹിച്ചില്ല. അതുപോലെ വാവിട്ട് നിലവിളിക്കുന്നുണ്ടായിരുന്നു ഭൂമി. ഭൂമിയുടെ ഏറ്റവും കൂടുതൽ ഭൂമിക്ക് അടുപ്പമുണ്ടായിരുന്ന ആൾ അച്ഛനായിരുന്നു. കാരണം അച്ഛനില്ലാത്തൊരു ലോകത്തെക്കുറിച്ച് ഭൂമിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. അടക്കുന്ന സമയത്ത് അംബികയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് വീണ്ടും അംബികയെ പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ കൊണ്ടുപോവാണ്. ചോദ്യം ചെയ്യാനും മറ്റുമായിട്ട് കൊണ്ടുപോവുകയും ചെയ്തു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു ഭൂമിക്ക്. കാരണം അമ്മ ലോകകപ്പിൽ, അതുപോലെ തന്നെ അച്ഛൻ മരിച്ചും പോയി. ആരും വേറെയില്ല, ആശ്വസിപ്പിക്കാൻ പോലും ആരുമില്ല, ബന്ധുക്കാരെന്ന് പറയാൻ പോലും ആരുമില്ല. നാട്ടിലെവിടെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നത്. പക്ഷെ അതിനെക്കുറിച്ചൊന്നും ഭൂമിക്കും കൃത്യമായിട്ട് അറിയണ്ടായിരുന്നില്ല. അടുത്ത വീട്ടിലുള്ളവരൊക്കെ ആദ്യത്തെ 1-2 ദിവസമൊക്കെ ഭൂമിയുടെ അടുത്ത് തന്നെ നിന്നു. അതുപോലെ തന്നെ ലക്ഷ്മിയും വന്നിട്ടുണ്ടായിരുന്നു. ലക്ഷ്മിക്കൊക്കെ സഹിക്കാൻ പറ്റുന്നതിലപ്പുറമായിരുന്നു. അവർക്കൊന്നും വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നീട് അജയ് ഭൂമിയെ വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഭൂമി, അമ്മയ്ക്കെതിരെ തെളിവുകളും കാര്യങ്ങളൊക്കെ, അതുകൊണ്ട് അമ്മയ്ക്ക് ശിക്ഷ കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാന്ന് പറഞ്ഞു. പക്ഷെ ഭൂമി പറഞ്ഞു, ഇല്ല, ഒരിക്കലും എൻ്റെ അമ്മ അങ്ങനെ തെറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഭൂമി പതുക്കെ മടങ്ങി വരുവാണ് ജീവിതത്തിലേക്ക്. പക്ഷേ ഓരോ ദിവസവും അച്യുതനെക്കുറിച്ചുള്ള ഓർമ്മകൾ ഭൂമി അത്രമാത്രം വേട്ടയാടുന്നുണ്ടായിരുന്നു. പക്ഷെ തെളിവുകൾ അങ്ങനെ പെട്ടെന്ന് നശിപ്പിക്കാൻ പറ്റുന്നതല്ലല്ലോ. അന്ന് ആ വഴക്കും പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു അംബിക അച്യുതനും കൂടെ ചേർന്നിട്ട്. അന്ന് അവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അന്ന് ജനലിൻ്റെ അവിടെ ഫോൺ വെച്ചിട്ട് അവർ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നേ. ആ ഫോണ് അന്ന് ആ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് കൈതട്ടി താഴേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതവിടെ കിടപ്പുണ്ടായിരുന്നു. അത് പക്ഷേ ശ്രദ്ധിച്ചിട്ടും ഉണ്ടായിരുന്നില്ല, ആരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഭൂമി പിന്നീട് മിറ്റം അടിച്ച് വാരി ചെല്ലുന്ന സമയത്താണ് ആ ഫോൺ കിട്ടുന്നത്. ഭൂമി നോക്കിയത്. ഭൂമി നോക്കിക്കഴിഞ്ഞപ്പോൾ ഫോൺ പെട്ടെന്ന് ഭൂമി അതെടുത്ത് ഇങ്ങനെ തുറന്നു നോക്കുകയാണ്. അതിനകത്ത് ചാർജ് തീർന്നിട്ടുണ്ടായിരുന്നു. ഭൂമി പെട്ടെന്ന് അകത്തേക്ക് കൊണ്ടുവന്നത് ചാർജ് കുത്തിയിട്ടു. ഭൂമിയുടെ മനസ്സിൽ കൂടെ പല പല ചിന്തകളും മിന്നിമായി വേണം. എന്തൊക്കെയോ വല്ലാത്തൊരു ബുദ്ധിമുട്ടുകൾ ഭൂമിയുടെ മനസ്സിനെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ഒടുവിൽ ഭൂമി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആ ഫോൺ ഓണാക്കി നോക്കി. അച്ഛൻ്റെ ഫോണാണ്. കാരണം അച്ഛൻ ഉപയോഗിച്ചിരുന്ന ഫോണ് ഇതെവിടെയാണെന്ന് പോലും അറിയണ്ടായിരുന്നില്ല. അപ്പോഴാണ് നിലത്തുനിന്ന് കിട്ടുന്നത്. അത് അവിടെ എങ്ങനെ വന്നെന്നൊരു ചിന്ത ഭൂമിയുടെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഫോൺ ഓണാക്കി. പിന്നീട് ഭൂമി അതിൻ്റെ അകത്തെ
കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും നോക്കുമ്പോഴാണ് വീഡിയോ കാണുന്നത്. ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ അതിനകത്തെല്ലാം വ്യക്തമായിട്ടുണ്ടായിരുന്നു. അയാൾ വന്ന് കുത്തുന്നതും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. തൻ്റെ അമ്മയെ രക്ഷിക്കാനുള്ള അങ്ങനെ തെളിവ് ഭൂമിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ കൊലയാളി ആരാന്നുള്ള കാരണം അയാൾ മുഖംമൂടി ധരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ സത്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ വരാൻ പോകുന്ന ദിവസങ്ങൾ കാണുന്നത്. ഒടുവിൽ ഭൂമി അന്വേഷിച്ച് കണ്ടെത്തും എന്തുകൊണ്ടാണ് അയാൾ തൻ്റെ അച്ഛനെ ആക്രമിക്കാൻ വന്നതെന്നുള്ള ആ കാര്യങ്ങളൊക്കെ. കമാൽ എന്തുകൊണ്ടാണ് വന്നതെന്നുള്ളത് കമാലിനെ പറഞ്ഞു വിട്ട ഭവാനിയാണെന്നറിയാനായിട്ട് ഇനിയിപ്പോൾ അധികം നാളൊന്നും വേണ്ടി വരത്തില്ല. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.